മീനിൻ്റെ കൂടെ കഴിച്ചാൽ സ്കിൻ രോഗത്തിന് കാരണമാകുന്നത് ചിക്കൻ, അച്ചാർ, തൈര്, ബീഫ്. ഉത്തരം തൈര്. ഈന്തപ്പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി. ഉത്തരം വൈകുന്നേരം. ഈന്തപ്പഴം ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഊർജത്തിൻ്റെയും ഫൈബേഴ്സിൻ്റെയും വൈറ്റമിൻസിൻ്റെയും കലവറയാണ്. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴത്തിന് ഒരു നേരത്തെ ഭക്ഷണമാവാനുള്ള കഴിവുണ്ട്. നഖങ്ങൾ പൊട്ടിപ്പോകുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ്? കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം. ഉത്തരം കാൽസ്യം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം? ഓപ്ഷൻസ്: 1 മണിക്കൂർ, 2 മണിക്കൂർ, അരമണിക്കൂർ, 3 മണിക്കൂർ. ഉത്തരം 2 മണിക്കൂർ. ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി: ചേന, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. ഉത്തരം വെള്ളരിക്ക. വെള്ളരിക്കയിൽ ധാരാളം ജലാംശവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന മധുരം: ജിലേബി, ഡാർക്ക് ചോക്ലേറ്റ്, ലഡു, ഐസ്ക്രീം. ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ്. കാലിഫോർണിയയിൽ നടന്ന പഠനത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നവരുടെ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ ഇരട്ടിക്കുന്നതായി കണ്ടെത്തി. ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലാവനോയിഡ്സ്, തിയോബ്രാമിൻ, പോളിഫിനോൾ തുടങ്ങിയവ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ കൂട്ടുകയും ഏജിംഗ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പഴകിയ ഏത് നട്ട്സാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്? ബദാം, പിസ്ത, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്. ഉത്തരം കപ്പലണ്ടി. പഴകിയ കപ്പലണ്ടി ആരോഗ്യത്തിന് നല്ലതല്ല. കപ്പലണ്ടിയിൽ വരുന്ന ഫംഗസ് ആസ്പെർജില്ലസ് ഫാമിലിയിൽപ്പെട്ട ഫംഗസാണ്. ഇത് ആൽഫ ടോക്സിൻ എന്ന രാസവസ്തു ഉണ്ടാക്കുന്നു. ഈ കെമിക്കൽ ശരീരത്തിലെത്തിയാൽ കരൾ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്നു. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയ പഴം: പൈനാപ്പിൾ, കിവി, നാരങ്ങ, പേരക്ക. ഉത്തരം പേരയ്ക്ക. 100 ഗ്രാം പേരയ്ക്കയിൽ ഏകദേശം 230 മില്ലിഗ്രാം ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. എല്ലുകൾക്ക് ബലം കിട്ടാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം: ജീരകം, എള്ള്, കടുക്, ഏലക്ക. ഉത്തരം എള്ള്. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം: ഓപ്ഷൻസ്: ഹൃദയം, കരൾ, ശ്വാസകോശം, കുടൽ. ഉത്തരം ശ്വാസകോശം. വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്ന അസുഖം: കോളറ, ക്ഷയം, കുഷ്ഠം, മരാസ്മസ്. ഉത്തരം മരാസ്മസ്. യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുന്ന രാജ്യം: ഇന്ത്യ, അമേരിക്ക, ചൈന, സൗദി. ഉത്തരം ഇന്ത്യ. ഏത് സെൻസാണ് പക്ഷികൾക്ക് ഏറ്റവും കുറവ്? സ്പർശനം, രുചി, മണം, തണുപ്പ്. ഉത്തരം മണം. ഗിന്നസ് റെക്കോർഡിൽ കണക്കാക്കുന്ന ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം: തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി. ഉത്തരം തിങ്കൾ. കൂടോത്രം ബാധിച്ച വീടിന്റെ ലക്ഷണം: വഴുക്ക്, ചിലന്തിവല, പല്ലി, അസുഖം. ഉത്തരം ചിലന്തിവല. ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാൽ ഉണ്ടാവുന്ന അസുഖം: ഓപ്ഷൻസ്: പൊണ്ണത്തടി, മെലിയുക, അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ. ഉത്തരം പൊണ്ണത്തടി. ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. കാരണം ഭക്ഷണം ദഹിക്കാനും ആഗിരണം ചെയ്യാനും ഒരുപാട് സമയമെടുക്കുന്നു. ഈ സമയത്ത് വെള്ളം കുടിക്കുന്നത് പൊണ്ണത്തടിക്ക് കാരണമാവുന്നു. മയോണൈസ് സ്ഥിരമായി കഴിച്ചാൽ ബാധിക്കുന്ന അവയവം: വൃക്ക, ഹൃദയം, കരൾ, തലച്ചോർ.
ഉത്തരം ഹൃദയം. ചെറിയ അളവിൽ മയോണൈസിൽ തന്നെ ധാരാളം ഓയിൽ അടങ്ങിയിരിക്കുന്നു. മയോണൈസ് ധാരാളമായി കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അറ്റാക്ക്, രക്തസമ്മർദ്ദം, ഹാർട്ട് ഫെയിലിയർ, പെട്ടെന്നുള്ള മരണം എന്നിവയ്ക്ക് കാരണമാവുന്നു. പാക്കറ്റ് ചപ്പാത്തി കഴിച്ചാൽ ഉണ്ടാവുന്ന അസുഖം: പ്രമേഹം, കൊളസ്ട്രോൾ, സ്ട്രോക്ക്, അൾസർ. ഉത്തരം അൾസർ. പാക്കറ്റിൽ ലഭിക്കുന്ന ഇത്തരം ചപ്പാത്തി പലതരത്തിലുള്ള ദോഷങ്ങൾ വരുത്തിവെക്കുന്ന ഒന്നാണ്. ഇത്തരം ചപ്പാത്തി കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കും. ഇതിനായി ചില കെമിക്കലുകൾ ചേർക്കുന്നുണ്ട്. സോഡിയം ബെൻസോയേറ്റ്, സോഡിയം പ്രൊപ്പണേറ്റ്, കാൽസ്യം പ്രൊപ്പണേറ്റ്, ബെൻസോയിക് ആസിഡ് തുടങ്ങിയ പല കെമിക്കലുകളും ഇതിൽ ചേർക്കുന്നു. ഇത് വയറിൻ്റെ ലൈനിങ്ങിനെ ബാധിക്കുന്ന ഒന്നാണ്. ഗ്യാസ്ട്രൈറ്റിസ്, അൾസർ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇത് കാരണമാവുന്നു. ഇതിൽ ചേർക്കുന്ന സോഡിയം പ്രൊപ്പണേറ്റ് എന്ന ഒന്ന് വയറിന് അസ്വസ്ഥത, ഗ്യാസ്, മനം പുരട്ടൽ തുടങ്ങിയ അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു. ഇവയിൽ അനുവദിച്ചിരിക്കുന്ന ബെൻസോയിക് ആസിഡ് പോലും അല്പദിവസം അടുപ്പിച്ച് കഴിച്ചാൽ കണ്ണിന് അസ്വസ്ഥത, ആസ്മ, ചർമ്മത്തിന് അലർജി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ലിവറിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. ചുരുക്കി പറഞ്ഞാൽ ചപ്പാത്തി കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ ഇത്തരം പാക്കറ്റ് ചപ്പാത്തികളിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദോഷം വരുത്തുകയും ചെയ്യുന്നു. പുകയില കാരണം ഒരു വർഷം മരിക്കുന്നവരുടെ എണ്ണം: 50 ലക്ഷം, 60 ലക്ഷം, 80 ലക്ഷം, 90 ലക്ഷം. ഉത്തരം 80 ലക്ഷം. സിഗരറ്റിൽ അടങ്ങിയ നിക്കോട്ടിൻ്റെ അളവ് എത്രയാണ്? ഓപ്ഷൻസ്: 0.001 ഗ്രാം, 0.004 ഗ്രാം, 0.005 ഗ്രാം, 0.006 ഗ്രാം. ഉത്തരം 0.006 ഗ്രാം. സൂപ്പർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന പഴം: ചാമ്പക്ക, പുളി, നെല്ലിക്ക, പൈനാപ്പിൾ. ഉത്തരം നെല്ലിക്ക. തൊലി കളഞ്ഞാൽ 50% പോഷകങ്ങൾ നഷ്ടപ്പെടുന്ന പഴം: മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, പൈനാപ്പിൾ. ഉത്തരം ആപ്പിൾ. ഇൻസുലിൻ ഉൽപാദനം കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി: സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്. ഉത്തരം സവാള. മൈഗ്രെയിൻ ഉള്ളവർ കുടിക്കാൻ പാടില്ലാത്ത പാനീയം: ചായ, കോഫി, ഗ്രീൻ ടീ, കോള. ഉത്തരം കോഫി. കൊതുകുകൾ കൂടുതൽ ആകർഷിക്കുന്നത് എന്ത് തേക്കുമ്പോഴാണ്? ഓപ്ഷൻസ്: സ്പ്രേ, സോപ്പ്, പൗഡർ, വെളിച്ചെണ്ണ. ഉത്തരം സോപ്പ്. US-ൽ വെച്ച് നടത്തിയ പഠനത്തിൽ കൊതുകുകൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നവരെ കൂടുതൽ ആകർഷിക്കുന്നതായി കണ്ടെത്തി. കൂടാതെ തേങ്ങ, വേപ്പ്, വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിച്ചുള്ള സോപ്പുകൾ കൊതുകുകളെ അകറ്റി നിർത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകളിൽ ഓവുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന മാംസം: ഓപ്ഷൻസ്: പോർക്ക്, ബീഫ്, ചിക്കൻ, കക്കയിറച്ചി. ഉത്തരം കക്കയിറച്ചി. വൈറ്റമിൻ B12 ഓവുലേഷൻ നടക്കുന്നതിന് വളരെ പ്രധാനമാണ്. അതിന് ഉത്തമ പരിഹാരമാണ് കക്കയിറച്ചി. ലൈംഗിക ഉത്തേജനം ഉണ്ടാവുമ്പോൾ ഇരട്ടി വലുപ്പം വയ്ക്കുന്ന ഭാഗം: ചുണ്ട്, നിതംബം, ക്രിസരി, യോനി. ഉത്തരം യോനി.